ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അതിൻ്റെ ഓർമ്മയാണ്. 19 വർഷമായി 58 വയസ്സിലാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അറ്റാക്കായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മരണമായിരുന്നു. ഞങ്ങളിന്ന് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമലയിലുള്ള ഐവർമഠം ഒരു അമ്പലമാണ് കേട്ടോ. ഇതവിടെ ബലിയിടാനുള്ള സൗകര്യമുണ്ട്. ഭാരതപ്പുഴയുടെ തീരത്ത എല്ലാ ദിവസവും ബലിയിടാനുള്ള സൗകര്യമുണ്ട്. അവിടെ തിരുമേനിമാരുണ്ട്. അവിടെ നമുക്ക് ബലിയിടാൻ അവർ നമ്മളെ സഹായിക്കും. പിന്നെ അവിടെ ഒരു അമ്പലമുണ്ട്. അവിടെ നമുക്കിവിടെ കുളിച്ച് കയറി ബലിയിടയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമുക്ക് തിലഹോമം അങ്ങനെയുള്ള പൂജകൾക്കൊക്കെ വഴിപാടിന് കൊടുക്കാം. അവിടെ ശരിക്കും നല്ലൊരു അമ്പലം. ചുറ്റിനും ഇങ്ങനെ ശ്രീകൃഷ്ണൻ്റെ ഓരോ കഥകൾ ചുവർ ചിത്രങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ വർഷവും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു സഹായം അതെല്ലാം കഴിഞ്ഞു. അതിപ്പോൾ ഞാനിവിടെ കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ ഒരു പക്ഷേ ഞാനായി ജീവിക്കുന്നത് എൻ്റെ അച്ഛൻ ചെയ്ത പുണ്യങ്ങളായിരിക്കാം. അത് കാരണം നമ്മൾ ഈ ഒരു ദിവസം നമുക്ക് സങ്കടത്തോടു കൂടി തന്നെ ഓർക്കാൻ സാധിക്കുകയുള്ളൂ. സ്കന്ദഷഷ്ഠി എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഈ ഒരു സങ്കടമാണ് വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ഇപ്പോൾ പൊന്നുപോലെ വളർത്തുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും ഒത്തിരി മീതെ നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ സ്നേഹിച്ച് കാണിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അവരോട് പരാതി പറയാതെയും പരിഭവം പറയാതെയും അവരെ കൂട്ടി നിർത്തുക. അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് നാളെ അതൊരു പാഠമായി അവരും നമ്മളോട് അങ്ങനെ തന്നെ ചെയ്യും. എൻ്റെ അനുജനും അനുജത്തിക്കും വരണം എന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വരാൻ സാധിച്ചില്ല. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഇന്ന് അവധിയാണ്. നല്ല മഴയായിരുന്നു. അത് കാരണം അവർക്ക് വരാൻ സാധിച്ചില്ല. പിന്നെ അങ്ങനെ നഷ്ടങ്ങളുടെ ഒരു ദിവസമാണ് ഇത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. കുറച്ച് നാളും കൂടെ അച്ഛൻ കൂടെ ഉണ്ടാവണം എന്ന് എല്ലാവരുടെയും ഒരു ആഗ്രഹം. പക്ഷേ എൻ്റെ അച്ഛൻ്റെ കടമകളെല്ലാം തീർന്നിരിക്കാം. നമ്മൾ ആഗ്രഹിക്കും പോലെയല്ലല്ലോ. ഇതൊക്കെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകളാണ് കേട്ടോ. നല്ല മഴയായിരുന്നു. ഓക്കെ, താങ്ക് യു.